നമുക്ക് ലാബ് മാനുവൽ മാനേജ്മെൻറ്റ് സിസ്റ്റം എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് പേജിൽ ലാൻഡ് ചെയ്യുക. അപ്പോൾ അവിടെ ലാബ് മാനുവൽ എന്ന ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലോഗിൻ പേജിൽ പോകും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുക. ഡീഫോൾട്ട് യൂസർ നെയിം പാസ്വേഡ് വെച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി ചിലപ്പോൾ മാനുവൽസ് ഒക്കെ എംപ്റ്റി ആയിരിക്കും എല്ലാവർക്കും, അല്ലെങ്കിൽ നേരത്തെ ആഡ് ചെയ്ത മാനുവൽസ് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചേഞ്ച് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കിട്ടിയ ഡീഫോൾട്ട് പാസ്വേഡ് ഒന്ന് മാറ്റുക. ഡീഫോൾട്ട് പാസ്വേഡ് മാറ്റുക. എന്നിട്ട് ഒന്നും കൂടെ ലോഗിൻ ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ നമുക്കിനി ചെയ്യേണ്ടത് മാനുവൽസ് അപ്ലോഡ് ചെയ്യേണ്ടത്. സെമിസ്റ്റർ വൈസുള്ള മാനുവൽസിൻ്റെ അക്കൗണ്ട് ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് നോക്കാം മാനുവൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഏറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് PDF-ലുള്ള മാനുവൽസ് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതും സൈസ് ഒരു മാക്സ് 7 MB അപ്പുറത്ത് പോകരുത്. ഓക്കെ, അപ്പോൾ അപ്ലോഡ് മാനുവൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫയൽ ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ലാബ് മാനുവൽ ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലാബ് മാനുവലിൻ്റെ പേര് മീനിങ് ഫുൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് ഇമ്പോർട്ട് ആവും ടൈറ്റിലായിട്ട്. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ എൻ്റർ ചെയ്യേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈറ്റിൽ ഇങ്ങനെ മാറ്റാം. എന്നിട്ട് സെമിസ്റ്റർ സെലക്ട് ചെയ്യാം. അപ്പോൾ കറൻറ്റ്ലി ഞാൻ 5th സെമിസ്റ്ററാണ് സെലക്ട് ചെയ്തത്. ഞാൻ അപ്ലോഡ് കൊടുത്തു. ഓക്കെ, മാനുവൽ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ആക്റ്റീവായിട്ട് കാണാം. നമുക്ക് 3 ഓപ്പറേഷൻസാണ് ഇവിടെയുള്ള ഫാക്കൽറ്റിക്ക്. മാനുവൽ കാണാം, നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത മാനുവൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ അത് ഡൗൺലോഡ് ചെയ്യാം. അത് ഇവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വേറെ സെപ്പറേറ്റ് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ മാനുവൽ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സ്റ്റുഡൻറ്റിന് എന്ത് കാണാൻ പറ്റുന്നു നോക്കാം. ഇതൊരു സ്റ്റുഡൻറ്റ് ലോഗിൻ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ മാനുവൽ അപ്ലോഡ് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് ആ മാനുവൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാ ഫാക്കൽറ്റീസും അപ്ലോഡ് ചെയ്യുമ്പോൾ അതായത് സെമിസ്റ്ററിൻ്റെ കീഴിൽ മാനുവൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈലിൽ അയാൾ പോയിട്ട് വ്യൂ മാനുവൽ കൊടുത്താൽ അയാൾക്കും മാനുവൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റുഡൻറ്റിനുള്ള ഫീച്ചർ. അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് ഫാക്കൽറ്റി പ്രൊഫൈലിൽ ഞാൻ പറഞ്ഞ പോലെ മാനുവൽ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഡിലീറ്റ് മാനുവൽ കൊടുത്തു കഴിഞ്ഞാൽ ഇനാക്റ്റീവായിട്ട് കാണിക്കും. അപ്പോൾ കറസ്പോണ്ടിങ്ലി സ്റ്റുഡൻറ്റ് പ്രൊഫൈലിൽ അവർ ഇനി അടുത്ത പ്രാവശ്യം ലോഗിൻ ചെയ്യുമ്പോൾ ആ മാനുവൽ കാണില്ല. ഇതിപ്പോൾ ഒറ്റ മാനുവലേ ഉള്ളൂ, അതുകൊണ്ടാണ് നോ മാനുവൽസ് അവൈലബിൾ എന്ന് കാണിക്കുന്നത്. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് മാനുവൽസ് അതേപോലെ ഉണ്ടാവും. അഥവാ നമുക്ക് തോന്നുകയാണ് ആ ഡിലീറ്റ് ചെയ്തത് വീണ്ടും റീസ്റ്റോർ ചെയ്യണം, അങ്ങനെയാണെങ്കിൽ റീസ്റ്റോർ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്ത മാനുവൽ പോകുന്നില്ല സിസ്റ്റത്തിൽ നിന്ന്. അപ്പോൾ നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമില്ല, റീസ്റ്റോർ ചെയ്യാൻ പറ്റും. റീസ്റ്റോർ ചെയ്താൽ അതേപോലെ പിന്നീട് കയറുന്ന കുട്ടികൾക്ക് ലോഗിനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഫാക്കൽറ്റി പ്രൊഫൈലുള്ള ഫീച്ചർ. എന്നിട്ട് ആഫ്റ്റർ നമ്മുടെ പർപ്പസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ലോഗ് ഔട്ട് ചെയ്യാവുന്നതാണ്.